ഹായ് നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പുതിയതായി തിയേറ്ററുകളിൽ 2 പടങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഷെയ്ൻ നിഗം ചിത്രം ദൃഢം എന്ന ഒരു പടമുണ്ട്, കൂടാതെ അംഗം അട്ടഹാസം എന്ന മാധവ് സുരേഷ് പടവുമുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് ഷെയ്ൻ നിഗം ചിത്രം ദൃഢമാണ്. ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ്. ജിത്തു ജോസഫിൻ്റെ സഹസംവിധായകനായിരുന്ന മാർട്ടിൻ ജോസഫ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന ഈ ചിത്രം മലയാള സിനിമയിലെ സസ്പെൻസ് ത്രില്ലറുകൾക്കിടയിൽ തൻ്റേതായ ഒരു ഇടം തന്നെ കണ്ടെത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മലയോര മേഖലയിലെ ശാന്തമായ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന നവാഗതനായ SI വിജയ് രാധാകൃഷ്ണനെയാണ് ഷെയ്ൻ നിഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് കഥ തുടങ്ങുന്നത്. കുറ്റകൃത്യങ്ങൾ കുറവായ ആ നാട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന 3 കൊലപാതകങ്ങളും ഒരു ബാങ്ക് കവർച്ചയും പോലീസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. തുടക്കത്തിൽ സാധാരണഗതിയിൽ നീങ്ങുന്ന ഒരു പോലീസ് പ്രൊസീജറൽ മൂവിയായി തോന്നിപ്പിക്കുമെങ്കിലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചിത്രം തരുന്ന ട്വിസ്റ്റുകൾ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. അഭിനേതാക്കൾ നോക്കുവാണെങ്കിൽ ഷെയ്ൻ നിഗം പോലീസ് വേഷത്തിൽ തൻ്റെ പക്വത തന്നെ തെളിയിച്ചിരിക്കുകയാണ്. വികാരഭരിതമായ രംഗങ്ങളിൽ മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഗൗരവവും നവാഗതൻ്റെ ആശങ്കകളും ഷെയ്ൻ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശോഭി തിലകനാണ് മറ്റൊരു താരം. SI വിജയിയെ സഹായിക്കുന്ന ASI കൃഷ്ണൻ എന്ന വേഷത്തിൽ ശോഭി തിലകൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ തിലകൻ്റെ ശബ്ദഗാംഭീര്യവും സ്വാഭാവികമായ അഭിനയവും ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ്. കൂടാതെ സാനിയ ഫാത്തിമ, ദിനേശ് പ്രഭാകർ, കൃഷ്ണപ്രഭ, സഹ പോലീസ് ഓഫീസർമാരായി എത്തിയ ഇവരെല്ലാം തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ വൈകാരികമായ ബന്ധങ്ങൾ സിനിമയിൽ നന്നായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. സംവിധാനവും തിരക്കഥയും നോക്കുവാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ സ്കൂളിൽ നിന്ന് വന്ന മാർട്ടിൻ ജോസഫ് തൻ്റെ ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് പതുക്കെ കഥ പറയുന്ന രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലിൻഡോ ദേവസ്യ, ജോമോൻ ജോൺ എന്നിവരുടെ തിരക്കഥ ആദ്യ പകുതിയിൽ കുറച്ച് ഇഴച്ചിൽ അനുഭവപ്പെടുമെങ്കിലും പ്രേക്ഷകനെ തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കുന്നതിൽ ഇവർ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതായത് സ്മോക്ക് ആൻഡ് മിറേഴ്സ് ഇഫക്റ്റാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൃശ്യം മോഡൽ ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ക്ലൈമാക്സ് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും. സംഗീതവും BGMവും നോക്കുവാണെങ്കിൽ ശ്രീരാഗ് സജി ഒരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ മൂഡിന് അനുയോജ്യമാണ്. പ്രത്യേകിച്ച് 2ാം പകുതിയിലെ ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളിലും ക്ലൈമാക്സിലെ സംഘർഷഭരിതമായ നിമിഷങ്ങളിലും സംഗീതം വലിയൊരു ഇമ്പാക്റ്റ് തന്നെ നൽകുന്നുണ്ട്. ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ PM ഉണ്ണികൃഷ്ണൻ്റെ ഛായാഗ്രഹണം മലയോര മേഖലയുടെ ഭംഗിയും ആ ഗ്രാമത്തിലെ നിഗൂഢതയും ഒരേപോലെ ഒപ്പിയെടുത്തു എന്ന് വേണം പറയാൻ. ക്ലൈമാക്സിലെ ചില ഷോട്ടുകൾ സാങ്കേതികമായിട്ട് ഏറെ മികച്ചു നിൽക്കുന്നുണ്ട്. പ്രേക്ഷക പ്രതികരണം എടുക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ചിത്രം മെല്ലെയാണ് നീങ്ങുന്നതെന്ന പരാതി ഉണ്ടെങ്കിലും അവസാന 20 മിനിറ്റ് പ്രേക്ഷകരെ സീറ്റിൻ്റെ അറ്റത്ത് തന്നെ ഇരുത്തുന്ന രീതിയിലുള്ള പടമാണ് ഇതെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഷെയ്ൻ നിഗത്തിൻ്റെ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്നാണ്. അതുതന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 3.5 ഔട്ട് ഓഫ് 5 ആണ് ഇതിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുവാണെങ്കിൽ, നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആരാധകനാണെങ്കിൽ ദൃഢം ഉറപ്പായും കാണേണ്ട ഒരു സിനിമയാണ്. ജിത്തു ജോസഫിൻ്റെ പ്രസൻറ്റേഷൻ കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി സിനിമയിലുടനീളം കാണാനുണ്ട്. ആദ്യ പകുതിയിലെ വേഗതക്കുറവ് മാറ്റിവെച്ചാൽ അതിശയിപ്പിക്കുന്ന ക്ലൈമാക്സിലൂടെ ദൃഢം ഒരു ഗംഭീര അനുഭവമായി മാറുകയാണ്. അടുത്തതായിട്ട് ഇതോടൊപ്പം പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രം അംഗം അട്ടഹാസം എന്ന ചിത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും ഊർജ്ജസ്വലവും ആവേശകരവുമായ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയാണ് അംഗം അട്ടഹാസം എന്ന പടം. തിരുവനന്തപുരം നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോരയും നീരും പ്രതികാരവും ചാലിച്ചെഴുതിയ ഈ ചിത്രം മാസ് സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ റിവ്യൂവിലേക്കാണ് നമ്മളിനി പോകുന്നത്. നഗരത്തിൻ്റെ അധോലോകം അടക്കി ഭരിക്കുന്ന 2 ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പകയുടെയും അതിനിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന അജയ് ചന്ദ്രൻ, മാധവ് സുരേഷാണ് ഈ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ യുവാവിൻ്റെയും ഒരു കഥയാണിത്. വെറുമൊരു പകവീട്ടൽ എന്നതിലുപരി ചതിയുടെയും അധികാരമോഹത്തിൻ്റെയും പാളിച്ചകൾ
സിനിമ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. തൻ്റെ സ്വപ്നങ്ങളും പ്രണയവും തകർത്തവരോടുള്ള അജയ്യുടെ പോരാട്ടം സിനിമയെ അത്യന്തം ആവേശകരമാക്കുന്നു. മാധവ് സുരേഷിൻ്റെ അഭിനയ പ്രകടനമൊക്കെ നോക്കുവാണെങ്കിൽ സുരേഷ് ഗോപി എന്ന മഹാനടൻ്റെ മകൻ എന്ന ലേബലിലല്ല, മറിച്ച് തൻ്റെ അഭിനയ മികവ് കൊണ്ടാണ് മാധവ് കയ്യടി നേടുന്നത്. ആക്ഷൻ സീനുകളിലെ വേഗതയും വൈകാരിക രംഗങ്ങളിലെ മിതത്വവും മാധവിനെ ഒരു ഭാവി വാഗ്ദാനമാക്കി മാറ്റുകയാണ് ഈ സിനിമയിലൂടെ. ഷൈൻ ടോം ചാക്കോയാണ് മറ്റൊരാൾ. സിനിമയിലെ വില്ലൻ വേഷത്തിൽ ഷൈൻ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും കഥാപാത്രത്തിൻ്റെ ക്രൂരതയെ എടുത്തു കാട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സഹതാരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സൈജു കുറുപ്പ്, അന്ന രാജൻ എന്നിവർക്ക് പുറമെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്തിരിക്കുന്നു. സുജിത് എസ് നായർ എന്ന സംവിധായകൻ്റെ വർഷങ്ങളായുള്ള അധ്വാനമാണ് ഈ ചിത്രം. ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയ്ക്ക് വേണ്ട വേഗതയും ഡാർക്ക് ഷെയ്ഡും നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വേണം പറയാൻ. സിനിമാ നിർമ്മാണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത അനിൽകുമാർ ജി, സാമുവൽ മത്തായി എന്നിവരുടെ നിർമ്മാണ മികവ് സിനിമയുടെ ഓരോ ഫ്രെയിമിലും തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സിനിമയുടെ ആവേശം ഇരട്ടിയാക്കുന്നത് ഇതിലെ പശ്ചാത്തല സംഗീതമാണ്. ഓരോ സംഘടന രംഗങ്ങളിലും പ്രേക്ഷകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാനായിട്ട് BGMന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ കാണാപ്പുറങ്ങൾ അത്യന്തം മനോഹരമായി ശിവൻ എസ് സംഗീത് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നു. ആക്ഷൻ രംഗങ്ങളിലെ ലോ ആംഗിൾ ഷോട്ടുകളും ചേസ് സീക്വൻസുകളും ഹോളിവുഡ് നിലവാരത്തോട് കിടപിടിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. റേറ്റിംഗും പ്രേക്ഷക പ്രതികരണവും നോക്കുവാണെങ്കിൽ യുവ പ്രേക്ഷകർക്കിടയിൽ വൻ തരംഗമാണ് അംഗം അട്ടഹാസം ഉണ്ടാക്കിയിരിക്കുന്നത്. മാധവ് സുരേഷിൻ്റെ മാസ് എൻട്രി, ഗംഭീര ആക്ഷൻ എന്നിങ്ങനെയാണ് തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കിട്ടുന്നത്. മൊത്തം സിനിമയുടെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 4/5 ആണ് ഇതിന് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. നിങ്ങളൊരു റോ ഗാങ്സ്റ്റർ മൂവി പ്രേമിയാണെങ്കിൽ, മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അംഗം അട്ടഹാസം നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് ഞാൻ പറയും. കുടുംബ പ്രേക്ഷകർക്ക് വയലൻസ് അല്പം കൂടുതലായി തോന്നാമെങ്കിലും ഒരു മാസ് മസാല ചിത്രം എന്ന നിലയിൽ ഇത് 100% വിജയിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ തന്നെ പോയി ഈ ചിത്രങ്ങൾ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിൽ ഏത് ചിത്രമാണ് ഈ ആഴ്ച കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വീണ്ടും അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീനംഗം. ടേക്ക് കെയർ. ബൈ ബൈ.